ഹേയ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മളുടെ നാട്ടിലെ മാധ്യമങ്ങൾ അഹോരാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് 15 വർഷം മുൻപ് മാന്നാറിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന കല എന്ന് പറയുന്ന ഒരു യുവതിയുടെ തിരോധാന കഥ. കഥയുടെ തുടക്കത്തിൽ ആരോ ഊമക്കത്ത് എഴുതി പോലീസിനെ വിവരമറിയിച്ചു എന്നായിരുന്നു തുടക്കം. അതിനുശേഷം ഊമക്കത്ത് പ്രകാരം പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന 3 യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഇതിലെ കേസിലെ 1-ാം പ്രതി എന്ന് സംശയിക്കുന്നയാൾ അയാളുടെ വീടിന്റെ പരിസരത്തെ സെപ്റ്റിക് ടാങ്ക് തുറന്നു നോക്കി. ആ സെപ്റ്റിക് ടാങ്ക് പരിശോധനയിൽ പോലീസ് യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിച്ച വെറും കൂലിപ്പണിക്കാരനെന്ന് കരുതിയാൽ മതി. അതായത് ആ പണി ചെയ്യുന്ന ആൾ, ആ കൂലിപ്പണി ചെയ്തയാൾ പറയുന്നു അതിനകത്ത് നിന്ന് നഖം കിട്ടി, മുടി കിട്ടി, അണ്ടർ ഗാർമെന്റിന്റെ എലാസ്റ്റിക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വാരി വെതറുകയാണ്. കുറച്ച് ദിവസം മാധ്യമങ്ങൾ അതൊക്കെ ചർച്ച ചെയ്തു. ഇതിനിടയിൽ ഈ കേസിലെ 1-ാം പ്രതി ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൽ താമസിക്കുന്നു എന്ന് കരുതപ്പെടുന്ന അനിൽ, ബാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പ്രതികൾ, ഇവർക്ക് 4 പേർക്കും കൂടി അഡ്വക്കേറ്റ് സുരേഷ് മത്തായി എന്ന് പറയുന്ന CPM-ന്റെ ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റി മെമ്പർ, ഇപ്പോഴും അദ്ദേഹം തന്നെ അങ്ങനെ ആ പദവിയിലുണ്ടെന്ന് വിശ്വസിക്കുന്നത്, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നമ്മൾ കാണുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് സുരേഷ് മത്തായി വളരെ വിശദമായി പറയുകയുണ്ടായി. ഈ കേസിൽ ഇതുവരെ കണ്ടെടുത്തത് എന്നൊക്കെ പറയുന്നത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്, ഇതൊന്നും നിലനിൽക്കുന്ന കേസല്ല എന്നൊക്കെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി. സത്യത്തിൽ ആ പത്രസമ്മേളനം കണ്ട ആ സമയത്ത് തന്നെ എനിക്ക് തോന്നി ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകും, എവിടെയും എത്തില്ല എന്നെനിക്ക് തോന്നി. തോന്നാൻ പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും ഇവിടെ വിശദമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം 1-ാം പ്രതിയെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് പോലീസ് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, ഒരു 4-5 ദിവസമായിട്ട് ഈ കേസിന്റെ വഴിത്തിരിവുകളായിട്ട് ഇതിനകത്ത് പല ദൃക്സാക്ഷികളും മുന്നോട്ട് വരികയാണ്. ഈ ദൃക്സാക്ഷികൾ എന്ന് പറയുന്ന അന്ന് കലയെ കൊന്ന് വാഹനത്തിൽ ഇരുത്തിയിരുന്നത് കണ്ട ആൾക്കാര് എന്നൊക്കെ പറഞ്ഞ് ചില ദൃക്സാക്ഷികൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു കൊലപാതകം നടന്ന് ആ കൊലപാതകം കണ്ടിട്ട് അത് മറച്ചു വെച്ച് 15 വർഷം ജീവിച്ച ആ പി മക്കളെ, പി നിങ്ങൾ അങ്ങ് ചേർത്താൽ മതി, ഈ കേസിൽ പ്രതികളാക്കണ്ടേ? പ്രതികളാക്കണം. ഒരു കുറ്റകൃത്യം കണ്ടിട്ട് അത് അറിഞ്ഞില്ലെന്ന് നടിച്ചു നടക്കുന്നതും കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കമുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ മാന്നാർ പോലീസിനെ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചു. രാവിലെ അവർക്ക് തിരക്കുള്ള സമയമാണ്. ഫോൺ എടുത്തു, പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തില്ല. അതിലെനിക്ക് പരാതിയൊന്നുമില്ല. കാരണം രാവിലത്തെ സമയം അവർക്ക് നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാനും ശ്രമിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് നിങ്ങൾ സാധാരണ കാഴ്ചക്കാരെ പോലെ, സാധാരണ പബ്ലിക്കിനെ പോലെ ഉണ്ടായ ചില സംശയങ്ങളാണ്. സുരേഷ് ഗോപി ഇതിനകത്തൊരു കക്ഷിയല്ല. സുരേഷ് മത്തായി, അഡ്വക്കേറ്റ് സുരേഷ് മത്തായി ഈ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്തപ്പോൾ മുതൽ കേസിന് ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചു. സുരേഷ് മത്തായി, ഞാൻ പറഞ്ഞു, CPM-ന്റെ ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. അതിലുപരി കഴിവുള്ള വക്കീലാണ്. പണ്ടേതോ ഒരു കേസില് സാക്ഷിയായിട്ട് ഹാജരായ എന്നെ അദ്ദേഹം ഭയങ്കര ശബ്ദത്തില് ഭയപ്പെടുത്തുന്ന വിധം ചോദ്യം ചെയ്ത് അവസാനം ചെവി പൊട്ടുന്നെന്നൊക്കെ ഞാൻ മറുപടി കൊടുത്ത് പിന്നെ താഴെ വന്ന
പ്രഗത്ഭനായ വക്കീലാണ്. അദ്ദേഹം ഏത് തരത്തിലും അവരുടെ കേസ് വിജയിക്കാനുള്ള എല്ലാ അടവുകളും പ്രയോഗിക്കാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ ഇപ്പം എനിക്കൊരു സംശയം, ഈ ഉമ്മക്കത്തയച്ചവര് മാന്നാർ SNDP യൂണിയനിലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുമായിട്ട് തുടക്കമാണോന്ന്. കാര്യം ഇതിൽ പ്രതിചേർക്കപ്പെട്ടവർ മുൻപ് SNDP ശാഖയുടെ ഭാരവാഹികളായിരുന്നു എന്ന് ഇപ്പൊ പറയുന്നു. ഒപ്പം ഇതിനകത്ത് സാക്ഷി പറയുന്നവര് SNDP യൂണിയന്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിരുന്നു. മുൻപ് പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ആൾക്കാരെയാണ് തിരിച്ച് അഗൈൻ ഇതിനകത്ത് കൊണ്ടുവന്ന് അഡ്മിനിസ്ട്രേറ്റർമാരാക്കിയത് എന്നൊക്കെയുള്ള ചില വാർത്തകൾ മാധ്യമങ്ങളിലൂടെ അവർ തന്നെ പങ്കുവെക്കുകയുണ്ടായി. അപ്പം ഈ കേസിന്റെ പ്രധാന ബേസ് ഈ SNDP യൂണിയനിലുണ്ടായ തർക്കങ്ങളാണോ എന്നെനിക്കൊരു സംശയം. ആ SNDP ശാഖയുടെ ഭാരവാഹികളാണ് ഇന്ന് ആ 4 പ്രതികൾക്കെതിരെ സാക്ഷി പറയാൻ വിവരണങ്ങളുമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ എനിക്കുള്ളൊരു സംശയം, ഈ 4 പ്രതികളെ കുടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ആണോ ശ്രമിക്കുന്നത്, BJP ആണോ ശ്രമിക്കുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിന് കോൺഗ്രസും BJPക്കാരും തന്നെ വേണം മറുപടി പറയാൻ. കാര്യം ഈ കേസ് ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ വ്യൂവിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊരു പക്ഷേ ഈ പ്രതികളുടെ പാർട്ടി ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് സുരേഷ് ബത്താരി മുന്നോട്ട് വന്നതോടുകൂടി, വക്കാലത്ത് ഏറ്റെടുത്തതോടുകൂടി കേസിന്റെ മാനം മാറി മറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഈ കേസ് എവിടെയും എത്തില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. കാര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ ഈ SNDP ശാഖയുടെ ഭാരവാഹികൾ, മുൻ ഭാരവാഹികൾ, നിലവിലെ ഭാരവാഹികൾ ഒക്കെ കൊടുത്ത പ്രസ്താവനകൾ ഒക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ ഈ കേസ് എവിടെയും എത്താതെ തേഞ്ഞു മാഞ്ഞു പോയി എന്ന് തന്നെ കരുതാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. 15 വർഷം മുൻപ് നടന്ന ഈ കൊലപാതകം കണ്ടിട്ടും അറിഞ്ഞിട്ടും മറച്ചു വെച്ച ലോ ലവന്മാരെ എന്തോ ചെയ്യണം? അവന്മാരാണ് പക്കാ ക്രിമിനൽസ്. കൊലപാതകികളെക്കാട്ടിൽ ഭയപ്പെടേണ്ടത് ഇത്തരം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ലവന്മാരെയാണ്. അങ്ങനെ കേസിന്റെ പുതിയ മാനങ്ങൾ നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ എവിടെ പോയി അവസാനിക്കും എന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ഇന്നത്തേക്ക് സലാം.